പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി അതുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭം കുറിക്കുന്നത് കോഡി റോഡ്സിൻ്റെ സെഗ്മെൻറ്റോട് കൂടിയിട്ടായിരുന്നു. റാൻഡി ഓർട്ടനെ റിങ്ങിലേക്ക് കോഡി റോഡ്സ് വെല്ലുവിളിക്കുന്നു. CM പങ്ക് അറിഞ്ഞിട്ടാണോ റാൻഡി ഓർട്ടൻ തിരികെ വന്നിട്ട് തന്നെ ആർക്കുകയോ ചെയ്തത് എന്നുള്ളൊരു സംശയം കോഡി റോഡ്സ് ഉന്നയിക്കുന്നു. അങ്ങോട്ടേക്ക് CM പങ്ക് വരുന്നു. കോഡി റോഡ്സ് പങ്കിനോട് ചോദിക്കുന്നത് റാൻഡി ഓർട്ടൻ്റെ റിട്ടേണിനെ സംബന്ധിച്ച് പങ്കിന് അറിയാമായിരുന്നോ എന്നാണ്. അറിയില്ല എന്നുള്ളൊരു ഉത്തരമാണ് പങ്ക് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് രണ്ടാൾക്കും കൂടി റാൻഡി ഓർട്ടനെ അടിച്ചൊതുക്കാമെന്ന് പങ്ക് പറയുന്നു. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം എന്നും കോഡി മറുപടി കൊടുക്കുന്നു. അങ്ങനെ ഇനി ഈ ഫ്ലോർ പങ്കിന് വേണ്ടി ഞാൻ വിട്ടു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കോഡി റോഡ്സ് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് തന്നെ കെവിൻ ഓവൻസിൻ്റെ മ്യൂസിക് പ്ലേ ആകുന്നു. കെവിൻ ഓവൻസ് കോഡി റോഡ്സിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു മൈക്ക് വാങ്ങി റിങ്ങിലേക്ക് വരുന്നു. പിന്നീട് കെവിൻ ഓവൻസും CM പങ്കും ഫേസ് ടു ഫേസ് വരുന്ന ഒരു സെഗ്മെൻറ്റ്. കെവിൻ ഓവൻസ് ഇഞ്ചുറിയിൽ നിന്ന് റിട്ടേൺ ചെയ്തതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. CM പങ്ക് കെവിൻ ഓവൻസിന് വലിയ രീതിയിൽ ആ ഒരു ഇഞ്ചുറിയിൽ നിന്നൊക്കെ മാറി വന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വാഗ്വാദം അതായിരുന്നു ആ ഒരു തുടക്കത്തിൽ ഇങ്ങനെ വന്നത് എന്നുണ്ടെങ്കിൽ അവസാനം അതൊരു പേഴ്സണൽ അറ്റാക്കിലേക്ക് പോകുന്നു. അവസാനം ഒരു ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. ഒഫീഷ്യൽസ് ഇരുവരെയും പിടിച്ചു മാറ്റുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫിസിക്കലായി തന്നെ ഇവരുടെ ഒരു ബാറ്റിൽ ആരംഭിക്കുന്നതിൻ്റെ സൂചനയാണ് സ്മാക്ഡൗൺ എപ്പിസോഡിൽ തുടക്കത്തിലെ കാണിച്ചിട്ടുള്ളത്. സ്മാക്ഡൗൺ എപ്പിസോഡിലെ ആദ്യത്തെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് ഷാർലറ്റ് ഫ്ലെയറിൻ്റെ ഒരു ഇൻ്റർവ്യൂ സെഗ്മെൻ്റ് ആയിരുന്നു. ഷാർലറ്റ് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രമാണ്, ജേഡ് കാർഗിലിനെതിരെയുള്ള മെയിൻ ഇവൻറ്റിൻ്റെ മത്സരത്തിൽ ജേഡ് കാർഗിൽ ഒറ്റയ്ക്ക് വരണം എന്നുള്ളതാണ്. കാരണം ഇത് തനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയോ താൻ ചെയ്യുന്നതല്ല, ഇത് തൻ്റെ സുഹൃത്തായ ലെക്സി അഥവാ അലക്സിയ ബ്ലിസിന് വേണ്ടി താൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരു 1-on-1 സ്റ്റൈൽ ധൈര്യമുണ്ടെങ്കിൽ നീ വരൂ എന്നുള്ളതാണ് ജെഡ് കാർഗിലിന് മുന്നിലേക്ക് ഷാർലറ്റ് വയ്ക്കുന്ന ഒരു കടമ്പ. അത് ജെഡ് കാർഗിൽ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് പിന്നീടുള്ള ഒരു സെഗ്മെൻറ്റ്സിലൂടെയാണ് കൺഫേം ചെയ്യുന്നത്. സ്മാക്ഡൗൺ എപ്പിസോഡിലെ ആദ്യത്തെ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ബെറോൺ കോർബിനും മുൻ ചാമ്പ്യനായ ട്രിക് വില്യംസും തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. SummerSlam 2026 നടന്ന മത്സരത്തിൻ്റെ ഒരു റീമാച്ച് എന്നുള്ള ഒരു രീതിയിലാണ് ഈ ഒരു മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നത്. SummerSlam 2026 ഒരു മികച്ച ഒരു ക്വാളിറ്റി എനിക്ക് ഈ ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിലെ മത്സരത്തിൽ കാണാൻ സാധിച്ചു. ആ സ്മാക്ഡൗൺ എപ്പിസോഡിൽ SummerSlamൻ്റെ അതേ ഒരു കോപ്പി പേസ്റ്റ് പോലെയുള്ള ഒരു എൻഡിങ് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ടൈറ്റിൽ എടുത്തുകൊണ്ട് ബെറോൺ കോർബിൻ ട്രിക് വില്യംസിനെ അടിക്കുന്നു. പിൻഫോളിലൂടെ അദ്ദേഹം വിജയം കരസ്ഥമാക്കി അദ്ദേഹം ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് മത്സരത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. കുഴപ്പമില്ലാത്തൊരു ഓപ്പണിംഗ് മാച്ച് തന്നെയായിരുന്നു നമുക്ക് സ്മാക്ഡൗണിൽ ഇന്ന് കാണാൻ സാധിച്ചത്. സ്മാക്ഡൗണിൽ പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് സാമി സെയിൻ നിക് ഓൾഡിസ് എന്ന് പറയുന്ന സ്മാക്ഡൗൺ ജനറൽ മാനേജറുമായിട്ട് ഒരു മീറ്റപ്പ് നടത്തുന്നതായിരുന്നു. നിക് ഓൾഡിസ് നല്ലൊരു മത്സരം കാഴ്ചവെച്ചതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. അപ്പോൾ തിരിച്ച് തന്നെ അഭിനന്ദിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ താൻ മത്സരത്തിൽ തോറ്റല്ലോ എന്ന് സാമി സെയിൻ തന്നെ പറയുന്നു. നിക് ഓൾഡിസ് കാരണമാണ് താൻ തോറ്റത് എന്ന് പറയുന്നു. ഗുന്തറിനെയും കെവിൻ ഓവൻസിനെയും ഒക്കെ ആഡ് ചെയ്തിട്ട് തന്നെ സ്ക്രൂ ചെയ്യുകയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് തന്നെ ഇപ്പോൾ മനഃപൂർവ്വം നിങ്ങളൊക്കെ കൂടിയിട്ട് തരം താഴ്ത്തുകയാണ് എന്നൊക്കെ സാമി സെയിൻ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. പതിവ് പോലെയുള്ള ഒരു കംപ്ലയിൻറ്റ്. അങ്ങോട്ടേക്ക് കെവിൻ ഓവൻസ് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ കെവിൻ ഓവൻസ് തിരികെ വന്നതിനോടുള്ള സാമി സെയിൻ്റെ ഒരു ഇഷ്ടം അത് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയ ഒരു ഇഷ്ടമുണ്ട് പിന്നെയും കെവിൻ ഓവൻസ് തിരികെ വന്നതിൽ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തൻ്റെ അവസരം തട്ടിക്കളഞ്ഞിട്ടാണ് കെവിൻ ഓവൻസിന് അത് നമ്പർ 1 കണ്ടറാകാൻ സാധിച്ചത് എന്ന് സാമി പറയുന്നു. അത് അല്ല എന്ന് നിനക്ക് പറയാൻ സാധിക്കുമോ എന്ന് കെവിൻ ഓവൻസിനോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കെവിൻ ഓവൻസ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നീ എന്നോട് സോറി പറയണം എന്നുള്ളത് സാമി സെയിൻ ആവശ്യപ്പെടുന്നു. കെവിൻ ഓവൻസ് സോറി പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ സിറ്റുവേഷനിൽ നീയായിരുന്നാലും ഇത് തന്നെയാണ് നീ തിരഞ്ഞെടുക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ സാമി അത് സമ്മതിക്കുന്നു. അപ്പോൾ ഇവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ CM പങ്കിനെ എന്തായാലും പരാജയപ്പെടുത്തണം എന്നുള്ളത് സാമി സെയിൻ കെവിൻ ഓവൻസിനോട് പറയുന്നു, ചെയ്യാമെന്നും പറയുന്നു. കൂടാതെ നിക് ഓൾഡിസിനോട് കെവിൻ ഓവൻസ് പറയുന്നുണ്ട് ഓഗസ്റ്റ് 22 ടൊറോണ്ടോ എന്ന് പറയുന്ന കാനഡയിലെ ഒരു സിറ്റിയിൽ വെച്ച് നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ CM പങ്കുമായിട്ടുള്ള WWE അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് മത്സരം തനിക്ക് വേണമെന്നുള്ളത് പിന്നീട് അത് ഒഫീഷ്യലായി കൺഫേം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കെവിൻ ഓവൻസിനോട് സാമി സെയിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചാമ്പ്യൻഷിപ്പ് കെവിൻ ഓവൻസ് വിജയിച്ചാലും തൻ്റെ ആ കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടി താൻ വരിക തന്നെ ചെയ്യും എന്നുള്ളത്. അതായത് ചാമ്പ്യനായിട്ട് ആയിരുന്നാലും താൻ ചാമ്പ്യൻഷിപ്പിന് പിറകെ വരും എന്നുള്ളതും സാമി സെയിൻ ആ ഒരു ഭാഗത്തിൽ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ വെളിപ്പെടുത്തുകയുണ്ടായി. പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ സെഗ്മെൻറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് നിലനിർത്തിയ ബെറോൺ കോർബിൻ്റെ ഒരു ഭാഗമായിരുന്നു. അവിടെ ഇൻ്റർവ്യൂറായ കാറ്റ് കെല്ലി ചോദിക്കുന്നുണ്ട് SummerSlamലെ പോലെ തന്നെയല്ലേ ഒരു ചീപ്പായിട്ടുള്ള ഒരു വിജയമല്ലേ നേടിയെടുത്തത് എന്നുള്ളത്. അപ്പോൾ താനൊരു ചീപ്പായിട്ടുള്ള റെസ്ലറാണോ ഒരു അണ്ടർഡോഗ് റെസ്ലറാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബെറോൺ കോർബിൻ ആ ചാമ്പ്യൻഷിപ്പ് റിട്ടേൺ ചെയ്തതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പ്രതീക്ഷിതം എന്നോടം അങ്ങോട്ടേക്ക് കാർമെലോ ഹെയ്സ് വരുന്നു. കാർമെലോ ഹെയ്സ് ബെറോൺ കോർബിനെ ആക്രമിക്കുന്നു. കാരണം ബെറോൺ കോർബിനെ റിട്ടേണിൻ്റെ സമയത്ത് കാർമെലോ ഹെയ്സിനെ
ഹെയ്സിനെയാണ് തുടക്കത്തിൽ ബറോൺ കോർബിൻ അന്ന് ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പകവീട്ടൽ പ്രതികാരമായിരുന്നു കർമേലോ ഹെയ്സ് ബറോൺ കോർബിനെ ആക്രമിച്ചുകൊണ്ട് കാണിച്ചതെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള മറ്റൊരു അനൗൺസ്മെൻറ്റ് അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡ് കർമേലോ ഹെയ്സിൻ്റെ ഹോം ടൗൺ ബോസ്റ്റണിൽ വെച്ച് നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബറോൺ കോർബിൻ US ടൈറ്റിൽ ഒരിക്കൽ കൂടി ഡിഫെൻഡ് ചെയ്യുന്നു. അത് കാർമേലോ ഹെയ്സിനെതിരെ ആയിരിക്കും എന്നുള്ളതും കാർമേലോ ഹെയ്സ് വെളിപ്പെടുത്തുന്നതാണ് നമുക്ക് ആ ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ അറ്റാക്ക് സെഗ്മെൻറ്റിൽ കാണാൻ സാധിച്ചത്. പിന്നീട് വന്ന ഇൻ റിംഗ് സെഗ്മെൻറ്റ് പുതിയ വുമൻസ് ചാമ്പ്യനായ ചെൽസി ഗ്രീൻ്റെ സെലിബ്രേഷൻ സെഗ്മെൻ്റ് ആയിരുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു, പ്രത്യേകിച്ച് ടിഫനി സ്ട്രാറ്റനോട് നന്ദി പറയണമെന്ന് പറഞ്ഞ് വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. ടിഫനി സ്ട്രാറ്റൻ വരുന്നു. ടിഫനി സ്ട്രാറ്റന് ആ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ സാധിക്കാതിരുന്നതിലുള്ള സങ്കടം ചെൽസി ഗ്രീൻ പറയുന്നുണ്ട്. പക്ഷേ അത് തനിക്ക് വിജയിക്കാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷം ചെൽസി ഗ്രീന് പങ്കുവെക്കുന്നു. അങ്ങോട്ടേക്ക് ഫേറ്റൽ ഇൻഫ്ലുവൻസ് കയറി വരുന്നു. ഫേറ്റൽ ഇൻഫ്ലുവൻസിലെ JC ജെയിന് ടിഫനി സ്ട്രാറ്റനോട് ഈ വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരം ആവശ്യപ്പെടുന്നു. തങ്ങൾക്കെതിരെ ഇപ്പോൾ ഈ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യാൻ ഒരുക്കമാണെങ്കിൽ അടുത്ത ആഴ്ച ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് അവസരം JC നൽകാമെന്ന് ടിഫനി പറയുന്നു. അങ്ങനെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യാൻ ഫേറ്റൽ ഇൻഫ്ലുവൻസ് ഒരുക്കമാകുന്നു. എലൈൻലി റൈഡും ഫെലോൺ ഹെൻലിയും ആ ഒരു ടൈറ്റിൽ ചെൽസി ഗ്രീൻ എന്ന് പറയുന്ന പുതിയ വുമൻസ് ചാമ്പ്യൻ വുമൻസിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റൻ തുടങ്ങിയവർക്കെതിരെ ഡിഫെൻഡ് ചെയ്യുന്നു. ഗംഭീരമായിട്ടുള്ളൊരു ടാഗ് ടീം മത്സരമായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ JC ജെയിൻ്റെ ഒരു ഇടപെടൽ ഫേറ്റൽ ഇൻഫ്ലുവൻസ് ചെൽസി ഗ്രീനെ പിൻ ചെയ്തിട്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്തതിലേക്ക് നയിക്കുന്നു. അതിനുശേഷം ഇറസിസ്റ്റബിൾ ഫോഴ്സിലെ നയ ജാക്സും ലാഷ് ലെജൻഡും വന്നിട്ട് ചെൽസി ഗ്രീനെയും ടിഫനി സ്ട്രാറ്റനെയും ആക്രമിക്കുന്നു. ഈ ചെൽസി ഗ്രീൻ്റെ പുതിയ വുമൻസ് ചാമ്പ്യൻഷിപ്പിനാണ് നയ ജാക്സ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്നുള്ളതും ആ ഒരു രംഗങ്ങളിൽ അവസാന മൊമെൻറ്റിൽ കാണിച്ചു. പിന്നീട് നടന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ WWE ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ഡാമിനി പ്രീസ്റ്റ് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ MFTയുടെ കയ്യിൽ നിന്ന് നേരിട്ട ആക്രമണത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു. MFTയെ മുൻപൊക്കെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഡാമിനി പ്രീസ്റ്റ് പറയുന്നു. ഇനി ആരൊക്കെ കൂട്ടി MFT വന്നാലും ഞങ്ങൾ അതിനെതിരെ പോരാടുമെന്നുള്ളതും ഡാമിനി പ്രീസ്റ്റ് പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് വാർ റൈഡേഴ്സ് ടീം വരുന്നു. അവർ ഈ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം ഇങ്ങനെ അവസാനിച്ചതിനെ സംബന്ധിച്ചുള്ളൊരു അമർഷം രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ ഇനിയും വരും എന്നുള്ളത് പറയുന്നു. അങ്ങോട്ടേക്ക് ട്രൂത്ത് കയറി വരുന്നു. ട്രൂത്ത് പറയുന്നു അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഞങ്ങളുടെ ചാമ്പ്യൻഷിപ്പ് വാർ റൈഡേഴ്സിനെയും MFTക്കെതിരെയും ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ ഡിഫെൻഡ് ചെയ്യാൻ തങ്ങൾ ഒരുക്കമാണ് എന്നുള്ളത്. ഇവർ പോയതിനു ശേഷം ട്രൂത്തിനോട് ഡാമിനി പ്രീസ്റ്റ് ചൂടാകുന്നുണ്ട്. അവരുടെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യുന്നില്ല, നമ്മുടെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പ് മാത്രമാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. ഇതെങ്ങനെ ഒരു പോസിബിൾ ആകും, നീ എന്താണ് ചെയ്ത് കൂട്ടുന്നത് എന്നുള്ള ഒരു ദേഷ്യം ട്രൂത്തിനോട് പതിവ് പോലെ ഡാമിനി പ്രീസ്റ്റ് പങ്കുവെക്കുന്നതായിട്ടാണ് ആ ഒരു സെഗ്മെൻറ്റിൻ്റെ അവസാന നിമിഷങ്ങളിൽ കാണാൻ സാധിച്ചത്. പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഇൻ റിംഗ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് റാൻഡി ഓർട്ടൻ്റെ 100 ദിവസങ്ങൾക്ക് ശേഷമുള്ള സ്മാക്ഡൗൺ ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് റാൻഡി ഓർട്ടൻ റിംഗിലേക്ക് വരുന്നു. പക്ഷേ മൈക്കെടുത്ത് ഒരു വാക്ക് പറഞ്ഞതിന് മുൻപേ കോഡി റോഡ്സ് വരുന്നു. കോഡി റോഡ്സും റാൻഡി ഓർട്ടനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ആ ഒരു ഫൈറ്റ് നടന്നില്ല. പക്ഷേ കോഡി റോഡ്സ് ആവശ്യപ്പെടുന്നത് റാൻഡി ഓർട്ടൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. ആ ഒരു എക്സ്പ്ലനേഷൻ വളരെ സിമ്പിളായിരുന്നു. കോഡി റോഡ്സ് ഇനി ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ വേണ്ടി റാൻഡി ഓർട്ടൻ സമ്മതിക്കില്ല. റാൻഡി ഓർട്ടൻ 15ാം തവണ WWE ചാമ്പ്യൻ ആകാനാണ് തൻ്റെ പ്ലാൻ. പക്ഷേ കോഡി റോഡ്സ് ഇനി ചാമ്പ്യൻഷിപ്പ് കാണില്ല എന്നുള്ളത് റാൻഡി ഓർട്ടൻ പറയുന്നു. താനൊരു ലെജൻഡ് കില്ലറാണ്, താൻ എല്ലാവരെയും അടിക്കും, താൻ 15 തവണ ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ വേണ്ട ഒരു ശ്രമങ്ങളാണ് ഞാൻ നടത്താൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ കോഡി റോഡ്സ് പറയുന്നുണ്ട് നീ ലെജൻഡാണ്, ഇപ്പോൾ ബാക്കി അവശേഷിക്കുന്നവരിൽ ഏക ലെജൻഡ് നീ മാത്രമാണ്, പക്ഷേ നിന്നെ ആരാണ് കൊല്ലാൻ പോകുന്നത് എന്നുള്ളത് നീ കണ്ടോളൂ എന്നുള്ളത്. അപ്പോൾ കോഡി റോഡ്സ് ഇനിയൊരു ഗുഡ് ഗായ് ആയിരിക്കില്ല എന്നുള്ളത് കോഡി റോഡ്സ് പറയുന്നുണ്ട്. അതായത് കോഡി റോഡ്സ് റാൻഡി ഓർട്ടനെ തകർക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണ് എന്നുള്ളത് കോഡി റോഡ്സ് പറയുന്നത് ആ ഒരു സെഗ്മെൻറ്റിലെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹീൽ ടേൺ കോഡിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ സൂചനകളൊക്കെ നൽകിയേക്കും. പക്ഷേ വില്ലനാകുന്ന കോഡിയെ നമുക്ക് ഈ മാസങ്ങളിലോ അടുത്ത മാസങ്ങളിലോ റാൻഡി ഓർട്ടനെതിരെയുള്ള ഒരു ഫ്യൂഡിൽ പ്രതീക്ഷിക്കേണ്ട. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ച ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ സാമി സൈൻ അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻസ് പതിവ് പോലെ കാരിസ് ലെറേ, ജോണി ഗർഗാനോ എന്നിവരുമായിട്ട് പങ്കുവെക്കുന്നു. CM പങ്ക് ഒരു ഫ്രോഡാണെന്ന് പറയുന്നു. അതേ സമയത്ത് CM പങ്ക് സാമി സൈൻ്റെ പിറകിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കാൻഡിസ് ലെറേ പറയുന്നു CM പങ്ക് ബാക്കിലുണ്ട് എന്നുള്ളത്. അപ്പോൾ CM പങ്കിൻ്റെ മുഖത്ത് നോക്കി നീ ഒരു ഫ്രോഡാണ് എന്ന് പറയുന്നു. അപ്പോൾ CM പങ്ക് ഈ സാമി സൈനെ പരാജയപ്പെടുത്തിയതിനെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സാമി സൈൻ പറയുന്നത് തനിക്ക് CM പങ്കിനെതിരെ വരണം എന്നുള്ളത്. പക്ഷേ തൻ്റെ കൈക്ക് ഇപ്പോൾ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് താൻ ഇപ്പോൾ CM പങ്കിനെ ഒന്നും ചെയ്യാതെ വിട്ടിരിക്കുന്നത് എന്നുള്ളത്. ഈ സെഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് സാമി സൈന് ചെറിയൊരു ഇഞ്ചുറി കൈക്കുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ മറ്റൊരു പ്രസക്തി ഒരു സെഗ്മെൻറ്റിനുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഏറ്റവും അവസരമായിട്ട് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ കാണാൻ സാധിച്ചത് ജെഡ് കാർഗിലും ഷാർലറ്റ് ഫ്ലെയർ എന്നുള്ള 1-on-1 മത്സരമാണ്. ഷാർലറ്റിൻ്റെ ഒരു വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ജെഡ് കാർഗിൽ ഒറ്റയ്ക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ലാതെ തുടങ്ങിയ ഒരു മത്സരമായിരുന്നു. സ്ലോ പേസ് ആയിരുന്നു. അവസാന നിമിഷങ്ങളിൽ കത്തിക്കയറുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ആ ഒരു സ്ലോ പേസിലൂടെ തന്നെയാണ് മത്സരം പോയത്.
അവസാന നിമിഷങ്ങളിൽ കുറേയധികം മിസ്റ്റേക്കുകൾ ജെഡ് കാർഗിലിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു. കൂടാതെ ഇവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ഇവർക്കിടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉള്ളതുപോലെയാണ് മത്സരത്തിൽ എനിക്ക് ഫീൽ ചെയ്തത്. എന്തോ ഒരു ഏച്ച് കെട്ടിയൊരു ഫീൽ ചെയ്തൊരു മത്സരത്തിന് എനിക്ക് തോന്നി. ജെഡ് കാർഗിൽ എന്തോ മെയിൻ റോസ്റ്ററിന് ഫിറ്റാകാത്ത ഒരു റെസ്ലറാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മോശം പ്രകടനമാണ് ജെഡ് കാർഗിലിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. ഷാർലറ്റും വളരെ സ്ലോ പേസിലാണ് ഒരു മത്സരം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇതിലെ ഏക ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ടൈറ്റൻ ഫാക്സ്ലി എന്ന് പറയുന്ന മുൻ NXT വുമൻസ് ചാമ്പ്യൻ, ആ താരത്തിൻ്റെ സ്മാക്ഡൗണിന് വേണ്ടിയിട്ടുള്ള മെയിൻ റോസ്റ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെബ്യൂ കാണാൻ സാധിച്ചു. അലക്സ ബ്ലിസിൻ്റെ ചെറിയൊരു റിട്ടേൺ അവർ കാണിച്ചു എന്നുള്ളതാണ്. അലക്സ ബ്ലിസിൻ്റെ കൈയിൻ്റെ ഇഞ്ചുറി മാറിയിട്ടില്ല. അത് ഇനിയും അവർ ആ സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ടൈറ്റൻ ഫാക്സ്ലി വന്നിട്ട് ഈ ഷാർലറ്റിൻ്റെ വിജയത്തിന് വലിയ കാരണമാകുമെന്ന് നമുക്ക് കാണാൻ സാധിച്ചു. B5 മീച്ചിൻ തുടങ്ങിയവരെ ഈ ടൈറ്റൻ ഫാക്സ്ലിയാണ് അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് ആക്രമിക്കുന്നത്. ഷാർലറ്റ് ആ സിസ്റ്റർ എബിഗെയിൽ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഈ മത്സരത്തിൽ വിജയം കരസ്ഥമാകുന്നത്. എന്തായാലും അലക്സ ബ്ലിസ് ഇനി ഇഞ്ചുറി കാരണം മാറി നിൽക്കും, അത് ഉറപ്പായിട്ടുണ്ട്. ആ ഒരു റോള് ടൈറ്റൻ ഫാക്സ്ലി ആയിരിക്കും ചെയ്യുന്നത്. ഇനി അലക്സ ബ്ലിസിൻ്റെ ഇഞ്ചുറി മാറിയാൽ ഇവർക്കിടയിൽ ഒരു 6 വുമൺ ടാഗ് ടീം മത്സരം എന്നുള്ള ഒരു രീതിയിലേക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യാനായിരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കുക. സ്മാക്ഡൗൺ എപ്പിസോഡ് നല്ല സ്റ്റോറി ലൈനുകളോടുകൂടിയും ഫ്രഷ് ഫ്യൂഡുകളോടുകൂടിയും കുഴപ്പമില്ലാത്ത മത്സരങ്ങളോടുകൂടിയും ഒരു വെറൈറ്റി അനുഭവമാണ് നമുക്ക് നൽകിയത്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.